Hi, dear students, dear parents, welcome to the online class of Chakalakal Higher Secondary School, Madavu. Please subscribe this channel to get more videos. ഇന്ന് മുതൽ നമ്മുടെ പുതിയ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ് ഓഫ് 8th സ്റ്റാൻഡേർഡ്, വെൽക്കം ടു ദ ഫസ്റ്റ് സെഷൻ ഓഫ് ബയോളജി ലെസൺ of the academic year 2020-2021. The first lesson is Life's Mysteries of Little Chamber. എന്ന് വെച്ചാൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഏത് വിദ്യാലയത്തിലായിരുന്നാലും രണ്ട് മീഡിയം സ്റ്റുഡൻസ് കാണും, ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം. രണ്ടുപേർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല, രണ്ടുപേർക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം ലൈഫ്സ് മിസ്റ്ററീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ലൈഫ്സ് മിസ്റ്ററീസ് എന്ന് വെച്ചാൽ ജീവൻ്റെ സീക്രട്ടുകൾ. എന്താണ് നമ്മുടെ സീക്രട്ടുകൾ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡപ്പ് ഓഫ് സെൽസ്. സെൽ ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഏതൊരു ജീവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ജീവൻ അല്ലെങ്കിൽ ആ ജീവിയെ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, സെല്ലുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ജീവിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഈ കോശത്തെ നമുക്ക് എങ്ങനെ കാണാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ വസ്തുക്കളെ നമുക്ക് എങ്ങനെ കാണാം എന്നാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, മൈക്രോസ്കോപ്പ്. മൈക്രോ മീൻസ് സ്മോൾ അല്ലെങ്കിൽ ടൈനി എന്ന് പറയാം, ചെറിയത്. സ്കോപ്പ് മീൻസ് ടു വ്യൂ, നമുക്ക് കാണാൻ സഹായിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് വേർഡ്സുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന വേർഡ് വന്നത്. പലതരം മൈക്രോസ്കോപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മളെ ബുക്കിൽ നമുക്ക് കാര്യമായിട്ട് രണ്ട് മൈക്രോസ്കോപ്പാണ് പറയുന്നതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ ഓർക്കുക, സിമ്പിൾ മൈക്രോസ്കോപ്പ് പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നതായിരുന്നു സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇപ്പം ബുക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അഥവാ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയാം. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളും അവൈലബിൾ ആണ്. അപ്പോൾ മൈക്രോസ്കോപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും ചെറിയ വസ്തുക്കളെ നമുക്ക് വലുതായിട്ട് കാണാൻ സഹായിക്കും. അതോടെ തന്നെ ഇത് വലുതാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ സാധനങ്ങളെ, ഏതായിരുന്നാലും ടൈനി ആയിട്ടുള്ള എലമെൻസുകളെ നമുക്കിതിലൂടെ വ്യൂ ചെയ്യാൻ കഴിയും. ഇതാണ് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ മൈക്രോസ്കോപ്പ് പ്രധാനമായും നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും ലാബുകളിലൊക്കെ സജ്ജമാണ്. നിങ്ങൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാബുകളിൽ ഇത് നേരിട്ട് പരിചയപ്പെടാനുള്ള സംവിധാനം ഉണ്ടാവും. ഇത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഈ സ്ക്രീനിൽ കാണുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. Compound microscope, it have more than one lenses to magnify any object. In simple microscope uses one lenses to magnification. That is the main difference between simple and compound microscope. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ മൈക്രോസ്കോപ്പ് പരിചയപ്പെടുന്ന സമയത്ത് ഇതും സിമ്പിൾ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. ഈ മൈക്രോസ്കോപ്പ് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ലെസണിൽ ഈ ഒരു മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ മൈക്രോസ്കോപ്പ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാർട്സുകളാണ് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് ഈ കാണുന്ന ഭാഗത്തെയാണ് ഐ പീസ് എന്ന് പറയുന്നത്, ഐ പീസ് ലെൻസ്. ഇത് നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള ഒരു ലെൻസാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് രണ്ടിനെയും നോബുകൾ എന്ന് പറയും. രണ്ട് ടൈപ്പ് നോബുകൾ നമുക്ക് കാണാം. This is coarse adjustment and this one is fine adjustment. ഇത് ഈ കാണുന്ന ഐ പീസിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് നോബുകളും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസുകൾ. രണ്ടാമത്തെ ലെൻസുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്, ഒബ്ജക്റ്റീവ് ലെൻസ്. രണ്ട് ലെൻസുകൾ ഇവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ്, രണ്ട് പവറിലുള്ള ലെൻസുകൾ. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള ഇതിനെയാണ് സ്റ്റേജ് എന്ന് പറയും. അതിൻ്റെ മേലെയായിട്ട് നമുക്കൊരു ക്ലിപ്പ് കാണാം.
അതിൽ നമ്മൾ എന്താണോ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നത് അത് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വെക്കാനാണ് ഈ ക്ലിപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും ഈ സ്റ്റേജ് ക്ലിപ്പിന് താഴെയായിട്ട് ഇവിടെ നമുക്കൊരു കണ്ടൻസർ ലെൻസ് കൂടി നമുക്ക് കാണാവുന്നതാണ്. ഇത് മൂന്നാമത്തെ ടൈപ്പ് ലെൻസാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഇതൊരു മിററാണ്. ഈ മിറർ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ളൊരു മിററാണ്. ഈ മിറർ നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്പ് പ്രത്യേകതകൾ ഇതിന് നമുക്ക് കാണാം. ഈ കാണുന്നത് ഒരു ഭാഗം എന്ന് പറയുന്നത് പ്ലെയിൻ മിററാണ്. കാരണം നമ്മൾ ഇതിനെ നേരത്തെ തന്നെ വിളിച്ചു ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കാനുള്ള കാരണം ഇത് വർക്ക് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. ഏറ്റവും നല്ല പ്രകാശത്തിൽ മാത്രമാണ് ഈ മൈക്രോസ്കോപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ലെൻസ് യൂസ് ചെയ്യാം. ഇതൊരു കോൺകേവ് ലെൻസാണ്. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും പ്ലെയിൻ മിറർ യൂസ് ചെയ്തിട്ടാണ് ഈ മൈക്രോസ്കോപ്പിനെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം ഈ മൈക്രോസ്കോപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മളെ റൂമിലേക്ക് കൂടുതൽ ലൈറ്റ് ഉള്ളത്, ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുതലുള്ളത്, അവിടത്തേക്ക് നമ്മൾ ഈ പറയുന്ന മിററിനെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആ ലൈറ്റ് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ആ ലൈറ്റിനെ നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കണ്ടൻസറിലേക്കായിരിക്കും. കണ്ടൻസറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിനൊരു ഡയഫ്രം കാണാം. ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് കൺട്രോൾ ദ ഇൻറ്റൻസിറ്റി ഓഫ് സൺലൈറ്റ്. അപ്പം ആ ഇൻറ്റൻസിറ്റി നമുക്ക് വേണ്ട രൂപത്തിൽ കൺട്രോൾ ചെയ്ത് ആ പറയുന്ന ലൈറ്റിനെ ഇവിടത്തേക്ക് നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ലൈഡാണ്, പെർമനൻറ്റ് സ്ലൈഡ് എന്ന് പറയാം. ഈ സ്ലൈഡിൽ ഓൾറെഡി ഒരു സ്പെസിമെൻ ഇവിടെ ഉണ്ട്. ഈ പറയുന്ന സ്ലൈഡ് ഞാൻ ഈ സ്റ്റേജിൽ വെക്കുന്നു. അതിനുശേഷം ഈ ക്ലിപ്പ് ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് കാണാനാണ് ഈ ലൈറ്റിനെ ഇതിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ആ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തുന്നു. അപ്പം നമ്മൾ ഇതിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ പറയുന്ന സ്പെസിമെൻ വളരെ കൃത്യമായിട്ട് കാണാം. ഇനി ഏതെങ്കിലും രൂപത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന സ്ലൈഡ് ഈ സ്റ്റേജിൽ വെക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ മൈക്രോസ്കോപ്പിലേക്കുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി കറക്റ്റ് ചെയ്യേണ്ടതാണ്. അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ലൈഡ് വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ ഇതിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് ഞാൻ നേരത്തെ വിളിച്ചതിനുള്ള കാരണം, നേരത്തെ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു സിംഗിൾ ലെൻസാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒന്നിലധികം ലെൻസുകൾ നമുക്ക് കാണാം. ഇതൊരു ലെൻസാണ്, ഇത് മറ്റൊരു ലെൻസാണ്. ഈ 2 ലെൻസിൻ്റെയും പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പവർ എഴുതി വെച്ചിട്ടുണ്ട്, 10x എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെയും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും 45x, 10x. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നേരം കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് കൃത്യമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ പഠിച്ചത് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകളെ കുറിച്ചാണ്. ഞാൻ ഒരിക്കൽ കൂടി ആ പാർട്സുകളെ പരിചയപ്പെടുത്തുന്നു. ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്തെ നമ്മൾ പറയുന്നത് ഐ പീസ് എന്നാണ്. അതിൻ്റെ താഴെ ഈ കാണുന്ന നോബുകൾ, 2 തരം നോബുകൾ കാണാം. ഇത് നമുക്ക് ഈ പറയുന്ന ഐ പീസ് ലെൻസിനെ ലിഫ്റ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെ ഒബ്ജക്റ്റീവ് ലെൻസുകളെ കാണാം. തുടർന്ന് അതിൻ്റെയും താഴെയായിട്ട് നമ്മൾ നമ്മുടെ സ്ലൈഡ് വെക്കുന്ന ഭാഗമായിട്ടുള്ള സ്റ്റേജ് ക്ലിപ്പ് കാണപ്പെടും. ഇനി അതിനുശേഷമാണ് അതിൻ്റെ താഴെയായിട്ട് കണ്ടൻസർ ലെൻസുകളെ നമുക്ക് കാണാം. കണ്ടൻസർ, ഓക്കെ. ഇനി താഴെ മിറർ. ഇത്രയുമാണ് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗം. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് എന്ന് വിളിക്കാനുള്ള കാരണം ഇതിൽ ഇറ്റ് ഹാവ് മോർ ദാൻ 1 ലെൻസസ്, ഓക്കെ, ഫോർ ദി മാഗ്നിഫിക്കേഷൻ. അതോടൊപ്പം സിമ്പിൾ മൈക്രോസ്കോപ്പിനെ ആ രൂപത്തിൽ നമ്മൾ പറയാനുള്ള കാരണം അതൊരു സിംഗിൾ ലെൻസാണ്. അപ്പോൾ നമ്മൾ കൈനോട്ടക്കാരൊക്കെ അവരുടെ കൈയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ ലെൻസ് ഒക്കെ നമുക്ക് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം, ഓക്കെ. അപ്പം ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾ ഓർക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കുള്ള ആളുകൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രത്യേക പാർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാർട്സുകൾ ഫില്ല് ചെയ്യാൻ. അവിടെ നിങ്ങളത് ഫിൽ ചെയ്യണം. കൂടാതെ നിങ്ങൾ ഈ ഓരോ പാർട്സുകളുടെയും പ്രത്യേകതകൾ എന്താണെന്ന് നോട്ടിലേക്ക് എടുത്തെഴുതുക. ഈ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ആൾ ദി ബെസ്റ്റ്.